ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നല്ല അടിപൊളി ടിപ്പുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒട്ടുമിക്ക വീടുകളിലും ഉപയോഗിച്ച് വരുന്നൊരു സാധനമാണ് കംഫർട്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് ഇതേപോലെ കുറച്ച് കംഫർട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ കംഫർട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഭയങ്കര സ്മെല്ലായിരിക്കും. അത് തിളച്ച് വരുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. നമ്മളുടെ കിച്ചണിലൊക്കെ നോൺ വെജ് കുക്ക് ചെയ്ത് കഴിഞ്ഞ്, പ്രത്യേകിച്ച് മീനൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര മണമായിരിക്കും. അത് പോവാൻ തന്നെ 2 ദിവസം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള മണങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഇത് ചെയ്താൽ മതി. കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി വെട്ടി തിളപ്പിക്കുക. പിന്നെ കിച്ചൺ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ നല്ല വെട്ടിത്തിളച്ചിരിക്കുന്ന സമയത്ത് കുറച്ചെടുത്ത് നമ്മളുടെ സിങ്കിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അതിന്ന് വരുന്ന ദുർഗന്ധമൊക്കെ മാറിക്കിട്ടും. രാത്രി കാലങ്ങളിലൊക്കെ നമ്മളുടെ സിങ്കൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ചെടുത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര മണമായിരിക്കും. ഇങ്ങനെ പച്ചവെള്ളത്തിലേക്ക് നമ്മൾ കംഫർട്ട് ഒഴിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെ തിളപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള സ്മെല്ല് വരുന്നത്. അതിനുശേഷം അത് ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ ആക്കി കൊടുക്കണം. കിച്ചണൊക്കെ ക്ലീൻ ചെയ്യണ സമയത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ തന്നെ ഒരു ചെറിയൊരു മണം ഉണ്ടാവും. നന്നായിട്ട് ക്ലീനായിട്ട് വരും. അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിൽ എല്ലാ വീടുകളിലും മഴക്കാലമായി കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൊതുകുകൾ വന്നിരിക്കാൻ സാധ്യതയുള്ള കർട്ടൻ്റെ ബാക്ക് സൈഡിൽ, അതുപോലെ തന്നെ ബെഡിൻ്റെ സൈഡുകളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു മണം ഉണ്ടാവും. കൊതുക് ഈ മണം വന്നിട്ട് കൊതുക് ആ ഭാഗത്തേക്കേ വരില്ല. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ അയൺ ചെയ്യണ സമയത്താണെങ്കിൽ നമ്മളുടെ തുണിയിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തുണിക്കും ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.